ഹോർമുസ് കടലിടുക്കിലൂടെ കപ്പലുകൾക്കുള്ള സ്വതന്ത്ര സഞ്ചാരം പുനഃസ്ഥാപിക്കണമെന്ന് ഇന്ത്യ. കടലിടുക്ക് തുറക്കുന്നതിനുള്ള മാർഗങ്ങൾ ചർച്ച ചെയ്യാനുള്ള യോഗത്തിലാണ് വിദേശകാര്യ മന്ത്രാലയം നിലപാടറിയിച്ചത്. അന്താരാഷ്ട്ര ജലപാതകളിലൂടെയുള്ള സുരക്ഷിതവും തടസ്സമില്ലാത്തതുമായ സഞ്ചാരത്തിനുള്ള പ്രാധാന്യം യോഗത്തിൽ ഇന്ത്യ ചൂണ്ടിക്കാട്ടി. അർജുൻ പീതാംബരൻ ഡൽഹിയിൽ നിന്ന്. അർജുൻ, എന്തൊക്കെ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചു ഇന്ത്യ? ഉന്മേഷ്, അല്പം മുൻപാണ് ഓൺലൈനായിട്ട് 60 രാജ്യങ്ങൾ ഈ ഹോർമുസ് കടലിടുക്ക് തുറക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള മാർഗങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി ഒരു യോഗം അടിയന്തിരമായി ചേർന്നത്. ആ യോഗത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ആയിരുന്നു പങ്കെടുത്തത്. അതിൽ തന്നെ ഈ ഹോർമുസ് കടലിടുക്ക് തുറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ അടിയന്തിരമായി ഉണ്ടാകണം, അതിന്റെ പ്രാധാന്യം തന്നെയായിരുന്നു ഇന്ത്യ അറിയിച്ചത്. മാത്രമല്ല, ഈ ഇറാന്റെ ഇപ്പോഴത്തെ നടപടികൾ ഇന്ത്യയിലെ ഊർജ്ജ സുരക്ഷയ്ക്കുണ്ടാക്കുന്ന ആഘാതങ്ങൾ, അതിലെ ആശങ്ക എത്രത്തോളമാണ് എന്നുള്ള കാര്യം ഈ യോഗത്തിൽ ഇന്ത്യ വ്യക്തമാക്കുക കൂടി ഉണ്ടായിരുന്നു. മാത്രമല്ല, ഈ അന്താരാഷ്ട്ര ജലപാതകളിലൂടെ നാവിഗേഷൻ തത്വങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ സുരക്ഷിതവും തടസ്സമില്ലാത്തതുമായിട്ടുള്ള കപ്പൽ നീക്കം, ചരക്ക് നീക്കം, അതിന്റെ പ്രാധാന്യം കൂടി ഇന്ത്യ ചൂണ്ടിക്കാട്ടുകയുണ്ടായി. ഈ ഇറാന്റെ ആക്രമണത്തിൽ ഇന്ത്യ മാത്രമാണ് നാവികരെ നഷ്ടപ്പെട്ട ഒരു രാജ്യം. അതായത് ഇറാന്റെ ആക്രമണത്തിൽ ഇന്ത്യൻ നാവികർക്ക് മരണം സംഭവിച്ചിട്ടുണ്ട്. അക്കാര്യമടക്കം ഈ യോഗത്തിൽ ഇന്ത്യ ചൂണ്ടിക്കാട്ടുകയുണ്ടായി. UK-യുടെ ക്ഷണപ്രകാരമായിരുന്നു ഇന്ന് വൈകിട്ട് നടന്ന ഈ യോഗത്തിൽ, ഓൺലൈനായിട്ടുള്ള യോഗത്തിൽ ഇന്ത്യയും പങ്കെടുത്തത്. അതിൽ UAE-യിൽ നിന്നും GCC രാജ്യങ്ങളും UAE ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾ, 60-ലധികം രാജ്യങ്ങൾ പങ്കെടുത്തു എന്നുള്ളൊരു ഒരു വാർത്താക്കുറിപ്പാണ് അല്പം മുമ്പ് വിദേശകാര്യ മന്ത്രാലയവും എന്തായാലും വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്ത്യ സംഭാഷണത്തിലൂടെയും അതുപോലെ തന്നെ നയതന്ത്രത്തിലൂടെയും ഇപ്പോഴുള്ള ഈ സംഘർഷം, പശ്ചിമേഷ്യൻ സംഘർഷം. ശരി, അർജുൻ പീതാംബരനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.